എനിക്ക് മിസ് ചെയ്യുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന്, എങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ ജീവിതം പെട്ടെന്ന് നമ്മൾ വിചാരിച്ചാലും അവസാനിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുന്നു. എപ്പോൾ വേണമെങ്കിലും തീർന്നു കിട്ടണേ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അതെ, അല്ലാണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ ബാലകൃഷ്ണൻ്റെ അവസാന അസുഖമുള്ള നിമിഷങ്ങളിൽ പോലും ഓരോ ഘട്ടത്തിലും പാർട്ടിയായിരുന്നു അദ്ദേഹത്തിന് പ്രധാനം. സമ്മേളനങ്ങളിലെത്തൽ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കുടുംബത്തെക്കാളപ്പുറം പാർട്ടിക്കായിരുന്നു. അതായിരുന്നു. പക്ഷേങ്കിൽ കുടുംബത്തിനും മനുഷ്യട്ടും നല്ല പ്രാധാന്യം തന്നിട്ടുണ്ട്. പുറത്തുനിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തികച്ചും ഫാമിലി മാനായി മാറുമായിരുന്നു. പാർട്ടിയെ അതേപോലെ സ്നേഹിച്ചിട്ടുണ്ട്, ജനങ്ങളെ അതേപോലെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അതേപോലത്തെ കരുതലുണ്ടായിരുന്നു. ആ കരുതലാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. അച്ഛൻ്റെ പാതയിൽ ഒരു സംഘടനാ പ്രവർത്തനത്തിലൊക്കെ സജീവമായാണ് ബിനീഷ് നിൽക്കാറുള്ളത്. അച്ഛൻ തരാറുള്ള ഉപദേശങ്ങൾ വിവാദങ്ങൾ വരുന്ന സമയത്തും ചിരിച്ചുകൊണ്ട് നേരിടുക എന്നുള്ളതാണ്. ബിനീഷിനും നിരവധി പ്രതിബന്ധങ്ങൾ കടന്നുപോയ ഒരാളാണ് ബിനീഷ്. അല്ല, അതെ, ഇപ്പം ദീപകേട്ടൻ പറഞ്ഞ പോലെ ഒരു നിരവധിയായ പ്രതിസന്ധികൾ വന്നപ്പോഴത്തേക്ക് തന്നെ നമ്മൾ മുന്നിൽ നോക്കി ആരെ വെച്ച് മുന്നോട്ട് പോകുന്നുള്ളത് നോക്കുമ്പം അച്ഛൻ്റെ മുഖമാണ് എപ്പോഴും വരുന്നിട്ടുള്ളത്. അപ്പം ആ ചിരിക്കുന്ന മുഖത്തോടു കൂടി ആ ചിരിക്കുന്ന മുഖം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത്, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും ഞാൻ ശ്രമിക്കാറുള്ളത്. പിന്നെ ഇപ്പം നേരത്തെ വെച്ച പോലെ ഒരു മിസ്സിങ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടേത് മാത്രം മിസ്സിങ് ആയിട്ട് മാത്രമല്ല അച്ഛൻ്റെ ഒരു വിയോഗത്തെ ഈ 2 വർഷത്തിനിടയിൽ ഞാൻ നോക്കി കാണുന്നത്. കാരണം നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ട് അച്ഛൻ്റെ ഓർമ്മകൾ പറയുന്നത്. ഈ 2 വർഷത്തിനിടയിൽ എന്നെ സംബന്ധിച്ചിട്ട് ഒരു ദിവസം പോലും അച്ഛൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു പ്രസംഗമോ ഒരു റീലോ അല്ലെങ്കിൽ ആരുടെത്തെങ്കിലും ചേർന്ന് അവരോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു തരാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സഖാവ് നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളൊരു ഫോട്ടോയോ പ്രസംഗമോ അവരോടൊപ്പം നിന്ന് നിരന്തരമായിട്ടുള്ള ഓർമ്മകളാണ്. അപ്പം ആ ഓർമ്മകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ ഒരു നഷ്ടം നമ്മുടെ മാത്രം നഷ്ടമാണ് എന്ന് നമ്മൾ ചിലപ്പോൾ അത് നമ്മുടെ മാത്രം നഷ്ടമല്ല എന്നുള്ളതാണ് ജീവിതത്തിൽ ഈ 2 വർഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, ഈ കോടിയേരിയുടെ മരണത്തെ പോലും വിവാദമാക്കാൻ ശ്രമിച്ച പാർട്ടി ശത്രുക്കളുണ്ട്. ഇപ്പം പി വി അൻവർ പോലും കോടിയേരിയുടെ മരണത്തെ വിവാദമാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കാണുമ്പോൾ എന്താണ് ബിനീഷിന് തോന്നുന്നത്? ബിനീഷ് ഒരു പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. അല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ജീവിതവും മരണവും ഒക്കെ തന്നെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതമായാലും മരണമായാലും മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളായാലും തന്നെ പാർട്ടിയാണ് അത് കൃത്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ പാർട്ടിയോട് ചേർന്ന് ജീവിച്ച ഒരു ജീവിതമാണ് സഖാവ് കോടിയേരിയുടേത്. അപ്പോൾ പാർട്ടിയാണ് എല്ലാം. പാർട്ടി തീരുമാനിച്ച കാര്യങ്ങൾ, പാർട്ടി പറയുന്ന കാര്യങ്ങളാണ് അതിൽ വസ്തുതയുള്ളത്. മറ്റുള്ളതൊക്കെ തന്നെ നിരന്തരമായ ഇടതുപക്ഷ വിരുദ്ധ ചേരികൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇടതുപക്ഷ ചേരികൾ നിരന്തരമായിട്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലാണ് പാർട്ടി ആക്രമിക്കാറുള്ളത്. അപ്പോൾ നേരത്തെയൊക്കെ പലതരത്തിലുള്ള ഇല്ലാത്ത ആശയ സമരങ്ങളുടെ പേരിലൊക്കെ തന്നെ ആശയമില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള രീതിയിലായിരുന്നു വളരെ പണ്ട് കാലത്തുണ്ടായിരുന്നത്. അതിനുശേഷം അത് വ്യക്തിപരമായിട്ടുള്ള ആക്രമണത്തിലേക്ക് പുതിയ വർത്തമാന കാലഘട്ടത്തിലേക്ക് വന്നു. പിന്നീട് അത് കുടുംബങ്ങളെ ആക്രമിക്കുന്ന രീതിയിലായി. ഇപ്പം വർത്തമാന കാലഘട്ടത്തിൽ ഈ കുടുംബങ്ങളെ ആക്രമിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സ്ഥിതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പല രീതിയിലേക്കുമുള്ള ഈ ആക്രമണങ്ങളും ആ രീതികളും വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെയും കാണാൻ പറ്റുള്ളൂ. ബിനോയും ഒരുപാട് അച്ഛൻ്റെ ഒപ്പം തന്നെയായിരുന്നു. അച്ഛൻ്റെ പ്രിയപ്പെട്ട പുത്രൻ, അച്ഛൻ്റെ ഒരു പക്വതയുള്ള പുത്രനായിരുന്നു. ബിനീഷ് കുറച്ചുകൂടി എനർജറ്റിക്കായിട്ട് ഓടി നടക്കുന്നു. ബിനോയ്, മിസ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല എനിക്ക് തോന്നുന്നു. ഈ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ പല സന്ദർഭങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും ജീവിതത്തിൽ പിന്നീട്. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാ ദിവസവും എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യമാണ്. അച്ഛൻ ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. കാരണം ഒരച്ഛൻ്റെ നഷ്ടം എന്താണെന്ന് ഇപ്പം അറിയാമല്ലോ. അപ്പോൾ നമുക്ക് മാത്രം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ദിവസവും അച്ഛൻ ഓർക്കാത്ത നിമിഷങ്ങളുണ്ടാവില്ല. അതേപോലെ തന്നെ ഇപ്പം ഞാൻ കൂടുതൽ സമയം പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ദുബായിലായാലും ശരി, എവിടെയായാലും ഒരു മലയാളിയെ കാണുമ്പോൾ അവർക്കെല്ലാം നമ്മളെ കാണുമ്പോൾ ഒരു സ്നേഹം, അത് അച്ഛൻ്റെ അടുത്തുള്ള ഒരു സ്നേഹമാണ്. അത് ആ രീതിയിലാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഒരു വിടവ് നമ്മളെ വിട്ടുപോയിട്ടുള്ളത് അതെപ്പോഴും അതേപോലെ തന്നെ നിൽക്കും. വിനോദിനേച്ചിയോടാണ് അവസാനത്തെ ചോദ്യം. ഈ ബാലകൃഷ്ണനെ വിവാദത്തിലേക്ക് വീണ്ടും മരണത്തിന് ശേഷവും പെടുത്താൻ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. വിനോദിനേച്ചി തന്നെ പലപ്പോഴും ബിനീഷിനെ കൊണ്ട് പോസ്റ്റ് ഇടിപ്പിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായതാണ്. ഇപ്പോൾ പി വി അൻവറും ആ രീതിയിൽ പ്രവർത്തനത്തിൽ പാർട്ടിക്കെതിരാണ്. പക്ഷേ കോടിയേരി അതിൽ വലിച്ചെടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ വിനോദിനേച്ചിയുടെ പ്രതികരണം എന്താ? സത്യത്തിൽ ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. പുറത്തെന്താ നടക്കുന്നതെന്ന് ഞാനിപ്പോൾ അറിയുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. ആരെങ്കിലും ഇങ്ങനെ ഇപ്പം നിങ്ങൾ 2 ദിവസം കൊണ്ട് ആൾക്കാർ വന്ന് പറയുമ്പോൾ ഞാനൊന്നും അറിയുന്നില്ല പുറത്തെന്താ നടക്കുന്നത്. പിന്നെ ഇനിയും ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇനിയും ഇങ്ങനെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ.
അല്ലാണ്ട് ഞാനൊന്നും അറിയുന്നില്ല, എന്ത് നടക്കുന്നതെന്നൊന്നും ഞാനിപ്പോൾ അറിയുന്നില്ല.